ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇനി വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത് എന്താണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ അവർക്ക് എന്താണ് നിങ്ങളോട് പറയാനുള്ളത്, ആ ഒരു കാര്യമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജനറൽലെസ് ആണ്. എപ്പോഴാണോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് ആ ഒരു സമയം മുതൽ നിങ്ങൾക്കിത് റെസിനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതിൽ വരുന്ന ക്ലൂസ്, സിറ്റുവേഷൻസ്, എനർജീസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കാം. ഇനി റെസിനേറ്റ് ചെയ്യുന്നില്ല എങ്കിൽ വിട്ടേക്ക്. ഫോഴ്സ്ഫുള്ളി ആരും റെസിനേറ്റ് ചെയ്യാനായിട്ട് നിൽക്കരുത്. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക, നല്ലൊരു റീഡിങ് കിട്ടാനായിട്ട് പ്രാർത്ഥിക്കുക. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളോട് ഈ ഒരു സമയത്ത് പറയാനായിട്ട് ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യങ്ങൾ, നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോട് പറയാനായിട്ടുള്ളത് എന്താണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, എന്തൊക്കെയാണ് അവർ നിങ്ങളോട് പറയണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളൊരു കാര്യമാണ് നമ്മളോട് നോക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ എന്താണ് ഈ ഒരു സമയത്ത് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യങ്ങൾ. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളോട് പറയണമെന്ന് ആഗ്രഹിക്കുന്നത്, അവർ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, എന്ത് കാര്യങ്ങളാണ് നിങ്ങളോട് പറയാനായിട്ട് അവർ ആഗ്രഹിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ മാസ്റ്റർ കാർഡ് കിട്ടിയിട്ടുള്ളത് ദ ഹെറോഫൻ കാർഡ് റിവേഴ്സ് ആണ് നമുക്കിവിടെ മാസ്റ്റർ കാർഡായിട്ട് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഒരു സ്പ്രെഡ്. അപ്പോൾ ഈ ഒരു സ്പ്രെഡ് നോക്കുമ്പോൾ ഈ വ്യക്തി പർപ്പസ്ഫുള്ളി നിങ്ങളെ ചീറ്റ് ചെയ്ത് പോയിട്ടുള്ള, അല്ലെങ്കിൽ നിങ്ങളെ ഒരിക്കലും സ്നേഹിക്കാത്ത, ഒട്ടും മനുഷ്യത്വമില്ലാത്ത ഒരു വ്യക്തിയായിട്ടൊന്നുമല്ല നമുക്കിവിടെ കാണുന്നത്. ഇവർ നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പ് ഉള്ള സമയത്ത് നിങ്ങളെ ഒത്തിരി അധികം സ്നേഹിക്കുകയും നിങ്ങൾക്കൊരു വാല്യൂ തരികയും നിങ്ങളെ അവരുടെ ലൈഫിൽ ഒരു വലിയ പ്രീഷ്യസ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഒരു സ്റ്റാർ ആക്കി കൊണ്ടു നടക്കുകയൊക്കെ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പൊ അവരുടെ ലൈഫിൽ നിങ്ങൾ വന്നത് ഒരു അനുഗ്രഹമായിട്ട് കണ്ടിരുന്നവരാണ് ഇവര്. അത്തരത്തിലുള്ള ഒരു എനർജി ഇത്തരത്തിലുള്ള ഒരു എനർജിയാണ് ഈ വ്യക്തിയെ കുറിച്ച് നമുക്ക് കിട്ടുന്നത്. അല്ലാതെ യാതൊരു സ്നേഹവും ഇല്ലാത്ത ഒരു വ്യക്തിയല്ല നിങ്ങളുടെ പേഴ്സൺ. തീർച്ചയായിട്ടും ഈ ഒരു സമയത്ത് ഇവർക്ക് നിങ്ങൾ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരുന്നു. നിങ്ങൾ നല്ല റിലേഷൻഷിപ്പിലായിരുന്നു ആ ഒരു സമയത്ത്, നല്ല രീതിയിൽ സ്മൂത്ത് ഗോയിങ്ങിൽ പോയിക്കൊണ്ടിരുന്ന സമയത്ത് നിങ്ങൾക്ക് അത്രയും ഒരു വാല്യൂ ഇവർ തന്നിട്ടുണ്ട്. നിങ്ങളെ അവർ അത്രയും റെസ്പെക്ട് ചെയ്തിട്ടുണ്ട്. മേ ബി അവരുടെ ഫാമിലി ആയിട്ട് പോലും അവർ നിങ്ങളെ കണ്ടിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു പേഴ്സന്റെ ഒരു എനർജിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതേപോലെ തന്നെ അവർക്ക് ഇപ്പോൾ നിങ്ങളുമായിട്ട് ശക്തമായ രീതിയിൽ വീണ്ടും പുതിയൊരു തുടക്കം വേണം എന്നിവർ വളരെ കാര്യമായിട്ട് ആഗ്രഹിക്കുന്നതായിട്ടൊരു എനർജി നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഇവരുടെ മനസ്സ് മുഴുവൻ അതാണ്. അപ്പോൾ ഇത് ഇവിടെ വെച്ചാണ് ഈ ഒരു ഏതൊരു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, അല്ലെ എന്ത് പ്രോബ്ലംസിലാണ് ഈ ഒരു റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആയത്, ആ ഒരു സ്ഥലത്ത് പോയി, അല്ലെങ്കിൽ ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്ത് അതിനൊരു പരിഹാരം ഉണ്ടാക്കണം എന്ന് ഈ ഒരു വ്യക്തി ആലോചിക്കുന്നുണ്ട്. എന്ത് പ്രോബ്ലംസിന് വേണ്ടിയിട്ടാണോ നിങ്ങൾ ഇത് സെപ്പറേഷനിലേക്ക് പോയിട്ടുള്ളത്, ആ ഒരു പ്രോബ്ലംസ് ഒന്ന് ക്ലിയർ ചെയ്തിട്ട് നിങ്ങൾക്ക് വീണ്ടും ഒരു ഈ റിലേഷൻഷിപ്പിലേക്ക് വരണം, അതിനൊരു പരിഹാരം അല്ലെങ്കിൽ അതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിച്ചുകൊണ്ട് വീണ്ടും ഒരു റിലേഷൻഷിപ്പിലേക്ക് വരണം എന്ന് തന്നെയാണ് ഇവർ ആഗ്രഹിക്കുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു നെക്സ്റ്റ് സ്റ്റെപ്പ് ഉണ്ടാകണമെന്ന് തന്നെ ഇവർ ആഗ്രഹിക്കുന്നു. ഇവരുടെ മനസ്സിലുള്ള ആ ഒരു പ്ലാനിങ് മൊത്തം അതിന് വേണ്ടിയിട്ടുള്ളതാണ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇവർക്ക് നിങ്ങളോടുള്ള ഒരു ഇഷ്ടം അല്ലെങ്കിൽ സ്നേഹം എന്നൊക്കെ പറയുന്നത് വളരെയധികം ആത്മാർത്ഥമായിട്ടുള്ളതാണെന്നാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആ ഒരു രീതിയിലാണ് നിങ്ങളോടുള്ള ഒരു പ്രണയം മനസ്സിൽ അവർക്കുള്ളത്. പണ്ട് ഈ നിങ്ങൾ റിലേഷൻഷിപ്പിൽ, അതായത് ഈ സെപ്പറേഷന് മുന്നുമുള്ള ഒരു റിലേഷൻഷിപ്പിലായിരുന്ന സമയത്തൊക്കെ അവർക്കൊരു ശാരീരികമായിട്ടുള്ള ഗുണഗണങ്ങൾ കണ്ട് ഇഷ്ടപ്പെട്ട വ്യക്തിയാണെങ്കിൽ നിങ്ങളെ കാണാൻ നല്ല ഭംഗിയായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യോ കാലോ മുടിയോ കണ്ണോ അങ്ങനെ എന്തെങ്കിലും ഒരു സംഭവങ്ങൾ കണ്ടിട്ട് അട്രാക്റ്റഡ് ആയിട്ട് നിങ്ങളിലേക്ക് വന്നിട്ടുള്ള ഒരു ആയിരുന്നു ഈ ഒരു പേഴ്സൺ. പക്ഷെ ഇപ്പോ ആ രീതിയിലല്ല. കാരണം അവരുടെ മനസ്സ് മുഴുവൻ ഹൃദയം തുറന്ന ഒരു സ്നേഹമാണ്. പരസ്പരം ഒന്നിനു വേണ്ടിയിട്ടല്ലാതെ എൻ്റെ അടുത്ത് ഒന്ന് വന്നിരുന്നെങ്കിൽ എന്ന് ആലോചിക്കുന്ന ഒരു എനർജിയാണ് നമുക്കിവിടെ കിട്ടുന്നത്. ആ ഒരു സ്നേഹമാണ് ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ അവർ പറയുന്നത്
നിങ്ങൾ ഇപ്പോൾ കൂടെ ഇല്ല എന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും നിങ്ങളെപ്പറ്റി അവര് അന്വേഷിക്കുന്നുണ്ട്. നിങ്ങൾ എന്താണ് ചെയ്യുന്നതെന്ന് അറിയാനായിട്ട് അവർ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളൊരു എനർജിയാണ് വരുന്നത്. മേ ബി ചിലപ്പോൾ നിങ്ങളെ അവർ സോഷ്യൽ മീഡിയാസിലൊക്കെ വാച്ച് ചെയ്യുന്നുണ്ടാകാം, സ്പൈ ചെയ്യുന്നുണ്ടാകാം, നിങ്ങൾ എന്താണ് ചെയ്യുന്നത് എന്നൊക്കെ നോക്കുന്നുണ്ടാകാം. അപ്പോൾ ഇവിടെ എന്ത് വേണമെങ്കിലും വരട്ടെ, ഇനി എന്തായാലും എനിക്കൊരു പ്രശ്നമില്ല എന്ന് വീണ്ടും ഈ ഒരു റിലേഷൻഷിപ്പ് ഇനി തുടങ്ങണം എന്നുള്ള ആ ഒരു എനർജി തന്നെയാണ് ഇവിടെ ഓരോ കാര്യത്തിലും നമുക്ക് കിട്ടുന്നത്. ഒരു മാസ്റ്റർ കാർഡിലാണെങ്കിൽ ഇവര് സൊസൈറ്റി അല്ലെങ്കിൽ എന്തോ ഒരു കാര്യങ്ങളൊക്കെ ഇവര് തടഞ്ഞു നിർത്തുന്നുണ്ട്. മറ്റുള്ളവർ എന്ത് വിചാരിക്കും, അങ്ങനെയൊക്കെയുള്ള ഒരു കാര്യങ്ങൾ ഇവരെ തടഞ്ഞു നിർത്തുന്നുണ്ട്. അതിന് എഗ്നസ്റ്റ് ആയിട്ട് പ്രവർത്തിക്കാനായിട്ട് ഇവർ ആഗ്രഹിക്കുന്നു. എന്ത് പ്രശ്നം വന്നാലും നിങ്ങളിലേക്ക് വരാനായിട്ട് ഇവർ ആഗ്രഹിക്കുകയാണ്. അപ്പൊ അവരുടെ മനസ്സിൽ അവർക്ക് ശക്തമായിട്ടുള്ള ഒരു ഫീലിങ്സ് എന്ന് പറഞ്ഞാൽ ഇത് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യണം, ഈ റിലേഷൻഷിപ്പ് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളതാണ്. അതിന് തടസ്സമായിട്ട് നിൽക്കുന്ന കാര്യങ്ങൾ വകവെക്കാതെ മുന്നോട്ട് പോകണമെന്ന് അവർക്കുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള എനർജിയാണ് നമുക്ക് ഇവിടെ കൂടുതൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഈ വ്യക്തി ഒരു ഫാമിലി മാൻ അല്ലെങ്കിൽ ഒരു വുമൺ ആയിരിക്കാം, കുട്ടികളൊക്കെ ഉള്ള തരത്തിലുള്ള അങ്ങനെയുള്ള വ്യക്തികളാണ്, വിവാഹം കഴിഞ്ഞ വ്യക്തികളാണ്. അപ്പോൾ തീർച്ചയായിട്ടും അവരുടെ ഫാമിലി ആയിരിക്കാം ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് അവരെ പുറകോട്ട് വലിക്കുന്നത്, അല്ലെങ്കിൽ ചിലപ്പോൾ ബന്ധുക്കളായിരിക്കാം, അങ്ങനെ ഫാമിലി മെമ്പേഴ്സോ ആരെങ്കിലും ആയിരിക്കാം. അപ്പൊ അവർക്ക് മാറ്റി നിർത്താൻ പറ്റാത്ത എന്തോ ഒരു സിറ്റുവേഷൻ, അല്ലെങ്കിൽ മാറ്റി നിർത്താൻ പറ്റാത്ത ചില വ്യക്തികളായിരിക്കാം. അപ്പൊ അവരെ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് പിന്നോട്ട് ഇങ്ങനെ വലിച്ചുകൊണ്ടിരിക്കുന്നത്. എങ്കിലും സാരമില്ല എന്ന് അവർ ചിന്തിക്കുകയാണ്. അതൊന്നും പ്രശ്നമില്ല, അതൊക്കെ ഇനി ഓവർടേക്ക് ചെയ്ത് മുന്നോട്ട് വരാനായിട്ട് അവർ ശ്രമിക്കുകയാണ്. ഇത്രയും നാൾ അവർ അതിനൊക്കെ പേടിച്ച്, അല്ലെങ്കിൽ സമൂഹത്തിനെ പേടിച്ചോ അല്ലെങ്കിൽ ഫാമിലിനെ പേടിച്ചോ ഒക്കെ ഒന്ന് മാറി നിൽക്കുകയായിരുന്നു. അപ്പൊ അത് ഈ ഒരു ഹെറോഫൻ റിവേഴ്സ് എന്ന് പറഞ്ഞാൽ തന്നെ റിജിഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ സൊസൈറ്റി, സോഷ്യൽ എന്ത് കാര്യങ്ങളായിട്ടോ അതിനെല്ലാം മറികടന്ന് എഗനസ്റ്റ് ആയിട്ട് നിൽക്കാനായിട്ട് ഈ വ്യക്തി ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ അവർക്ക് അതിനൊന്നും എതിര് നിൽക്കാനായിട്ട് ഈ ഒരു സമയം വരെ അവർക്ക് അതിന് കഴിഞ്ഞിരുന്നില്ല. എത്രയും വേഗം നിങ്ങളുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ വരണമെന്നും അതിനെയൊക്കെ ഈ ഒരു തടസ്സങ്ങളെല്ലാം മറികടന്ന് നിങ്ങളിലേക്ക് എത്തണമെന്നും ഈ വ്യക്തി ആഗ്രഹിക്കുകയാണ്. അതിനൊരു റീസ്റ്റാർട്ട് ഉണ്ടാകണം, പഴയതുപോലെ ആകണമെന്ന് അവരുടെ മനസ്സുകൊണ്ട് അവർ ഒരുപാട് ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു എനർജി നമുക്കിവിടെ കിട്ടുന്നുണ്ട്. പിന്നെ നിങ്ങളുമായിട്ടുണ്ടായിരുന്ന പഴയ കാര്യങ്ങൾ, പഴയ ഓർമ്മകൾ, പഴയ നല്ല മുഹൂർത്തങ്ങൾ അവര് ശരിക്കും മിസ് ചെയ്യുന്നുണ്ട്. മിസ് ചെയ്യുന്നതിനേക്കാൾ ഉപരിയായിട്ട് അത് ഓർത്ത് അവർ വിഷമിക്കുകയാണ്. ഇങ്ങനെ ഒരു മാറ്റം അവരുടെ ലൈഫിൽ വരുമെന്ന് അവരൊട്ടും വിചാരിച്ചിട്ടുണ്ടാവില്ല. പക്ഷെ നിങ്ങളും അതുപോലെ തന്നെ ഒട്ടും വിചാരിച്ചിട്ടുണ്ടാവില്ല ഇങ്ങനെ ഒരു മാറ്റം, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സെപ്പറേഷൻ, ഒരു ബ്രേക്കപ്പ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുമെന്ന് നിങ്ങൾ ഒട്ടും വിചാരിക്കാത്ത ഒരു കാര്യം തന്നെ ആയിരുന്നിരിക്കാം. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതൊക്കെ ആയിട്ടൊന്ന് പൊരുത്തപ്പെടാനായിട്ട് നിങ്ങൾക്ക് കഴിയുന്നില്ല എന്നുള്ളൊരു എനർജി നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. പിന്നെ നമുക്കിവിടെ കിട്ടുന്ന ഒരു എനർജി അനുസരിച്ച് ഈ ഒരു സെപ്പറേഷൻ അല്ലെങ്കിൽ ഈ ഒരു ബ്രേക്കപ്പ് കുറച്ച് നാളുകളായിട്ട് ലോങ് ടൈം ആയിട്ട് നടക്കുന്നതായിരിക്കാം. കുറച്ച് ആളുകൾക്ക് 1 വീക്സ് ആയിട്ടുണ്ടാകാം, 1 മന്ത്, ചില ആളുകൾക്ക് ഇയേഴ്സ്, വർഷങ്ങൾ തന്നെ ആയിട്ടുണ്ടാകാം ഈ ഒരു സെപ്പറേഷൻ എന്ന് കാണാനായിട്ട് സാധിക്കുന്നു. എന്താണെങ്കിലും ഈ ഒരു സിറ്റുവേഷൻ അവർക്ക് ഉൾക്കൊള്ളാനായിട്ട് ഇതുവരെ കഴിയുന്നില്ല. ഇത്രയും ഒരു ഗ്യാപ്പ് വന്നതുകൊണ്ട് തന്നെ നിങ്ങൾ ഇനി കാത്തിരിക്കുമോ, അല്ലെങ്കിൽ നിങ്ങൾ ഇനി നിങ്ങളുടേതായ വഴി ചൂസ് ചെയ്ത് പോയിട്ടുണ്ടാകുമോ, നിങ്ങൾ ഇനി പുതിയ റിലേഷൻഷിപ്പിലേക്ക് പോയിട്ടുണ്ടാകുമോ എന്നൊക്കെ ഇവർ ചിന്തിക്കുന്നുണ്ട്. ഇവർക്ക് അതൊക്കെ ആലോചിക്കുമ്പോൾ സഹിക്കാൻ പറ്റാത്തൊരു ഫീലിങ്സ് തന്നെയാണ്. അതുപോലെ തന്നെ നിങ്ങൾ ഒരുമിച്ചുള്ള ഒരു സമയവും ഒക്കെ അവരുടെ മനസ്സിലൂടെ എപ്പോഴും ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഒരു കമ്മ്യൂണിക്കേഷൻ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യണം എന്നാണ് കൂടുതലായിട്ട് ഇവരിവിടെ ആഗ്രഹിക്കുന്ന ഒരു എനർജി നമുക്ക് കിട്ടുന്നത്. എത്രയും വേഗം നിങ്ങളിലേക്ക് എത്തണം എന്ന് ഈ വ്യക്തി ചിന്തിക്കുന്നതായിട്ടൊരു എനർജീസ് ഒക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. വളരെയധികം ഒരു ട്രോമയിലൂടെയാണ് ഈ ഒരു വ്യക്തി കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് നിങ്ങളുടെ ഓർമ്മകളിൽ അവരിങ്ങനെ ഒഴുകി നടക്കുന്ന ഒരു അവസ്ഥയാണ്. അത്തരത്തിലുള്ള എനർജിയാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഇവർക്ക് ആരെയും ഈ ഒരു സമയത്ത് വിശ്വസിക്കാനായിട്ട് പറ്റുന്നില്ല എന്നുള്ളൊരു എനർജിയും നമുക്ക് കിട്ടുന്നുണ്ട്. അതെന്താണ് അങ്ങനെയെന്ന് ഇവർക്ക് ചിലപ്പോൾ ചില പാളിച്ചകൾ പലയിടത്തും പറ്റിയിട്ടുണ്ടാകാം. അതൊക്കെ ഇവരിപ്പോൾ ഒന്ന് മനസ്സിലാക്കിയിട്ടുണ്ടാകും. അതുകൊണ്ടായിരിക്കും നമുക്ക് അത്തരത്തിലുള്ള ഒരു എനർജി കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്തായാലും ഒരു നോ കോണ്ടാക്റ്റിൽ ഇരിക്കുന്നവരുടെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് കൂടുതലും. അതായത് ഇത്രയും ഒരു പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻസ് കാണുന്നത് അതുകൊണ്ട് തന്നെയാണ്. അപ്പൊ നിങ്ങളെ അവരുടെ ഒരു എല്ലാമായിട്ട് കാണുന്നു, അല്ലെങ്കിൽ കെയറിങ് ഫ്രണ്ട്, വൈഫ്, കാമുകി, അമ്മയുടെ സ്നേഹം കൊടുത്തിരുന്ന ഒരാളാണ് നിങ്ങൾ. അതുകൊണ്ട് അവർക്ക് നിങ്ങളോട് ഒരു റെസ്പെക്റ്റ് ആണ് എപ്പോഴും. സ്നേഹത്തെക്കാൾ ഉപരി അവർക്കൊരു റെസ്പെക്റ്റ് ആണ്. ഇപ്പൊ നിങ്ങളോട് ചെയ്തു പോയതിൽ അവർക്ക് വളരെയധികം ഒരു റിഗ്രറ്റും ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളോട് വളരെയധികം സ്നേഹം തോന്നുന്നുണ്ട്, സിമ്പതി തോന്നുന്നുണ്ട് അവർക്ക്. നിങ്ങളെ പൂർണ്ണമായിട്ട് ഇപ്പൊ അവർക്ക് മനസ്സിലാക്കാനും അക്സെപ്റ്റ് ചെയ്യാനും സാധിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. അതായത് നിങ്ങളുടെ കുറവുകളോട് കൂടി തന്നെ നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് അവർക്ക് കഴിയും. അപ്പൊ
ഇവർ വളരെയധികം ഒരു വേദനയിലൂടെയാണ് കടന്നു പോകുന്നത്. പഴയ സമയത്ത് പാസ്റ്റിൽ നിങ്ങൾ ഉണ്ടായിരുന്ന ആ ഒരു സമയത്തിൽ നിന്ന് സ്റ്റക്ക് ഓൺ ചെയ്ത് നിൽക്കുകയാണ് ഈ ഒരു പേഴ്സൺ. അതിൽ നിന്ന് തിരിച്ചു പോരാനായിട്ട് ഇവർക്ക് പറ്റുന്നില്ല. നിങ്ങളെ ഒന്ന് കാണാൻ പോലും അവർക്ക് പറ്റുന്നില്ല. നിങ്ങളെ ഓടി വന്നൊന്ന് ഹഗ് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് അവർ ആഗ്രഹിക്കുന്ന ഒരു എനർജി നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ അതുപോലെ തന്നെ നിങ്ങളുടെ അടുത്ത് അവർക്ക് എന്താണ് ഈ ഒരു നിമിഷം വരെ നിങ്ങൾ പോയതിന് ശേഷം അവരുടെ ലൈഫിൽ നടന്ന എല്ലാ കാര്യങ്ങളും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട്, എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങളോട് പറയാനായിട്ട് അവർ ആഗ്രഹിക്കുന്നു. അങ്ങനെ ഒന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ തന്നെ അവരുടെ എല്ലാ പ്രശ്നങ്ങളും സോൾവ് ആകുന്നു എന്നൊരു വിശ്വാസം അവർക്ക് ഇവിടെ ഉണ്ട്. ഇവിടെ ചിലപ്പോൾ ഒരു കാര്യങ്ങളും അറിയാതെ ഇങ്ങനെ നിങ്ങളെക്കുറിച്ചും ഒന്നും അറിയാതെ ഇങ്ങനെ ഇരിക്കുന്ന ഒരു അവസ്ഥയാകും. അതായിരിക്കും അവർക്ക് ഇത്ര ഒരു ട്രോമ കിട്ടുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ തന്നെ പെട്ടെന്ന് നിന്ന് പോയിട്ടുള്ള റിലേഷൻഷിപ്പ് ആകാം. പെട്ടെന്ന് എന്തെങ്കിലും ഒരു കാര്യങ്ങൾ കൊണ്ട് സ്റ്റോപ്പായി പോയി, അങ്ങനെ പിന്നീട് നിങ്ങൾ സംസാരിക്കാതിരുന്നു, പിന്നെ അത് ലോങ് ഡിസ്റ്റൻസിലേക്ക് പോയിട്ടുണ്ടാകാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്നും തുറന്ന് സംസാരിക്കാനായിട്ട് നിങ്ങൾക്ക് പറ്റിയിട്ടില്ല. പെട്ടെന്ന് എൻഡായി പോയതായിരിക്കും. സോ ഒരു ക്ലിയർ കമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്ക് തരണം. കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങളെ മനസ്സിലാക്കണം. അവർക്ക് പല വിഷമങ്ങളും ഉണ്ട്. അത് തുറന്ന് പറയാൻ പറ്റുന്നില്ല. ഒരു നെഗറ്റീവ് ഫീലിങ്സ് ഉണ്ട്. എങ്ങനെ അതിൽ നിന്ന് പുറത്ത് കിടക്കേണ്ടത് എന്ന് അവർക്ക് അറിയില്ല. അപ്പോൾ അതിൻ്റെ ഒരു ആൻസൈറ്റി, ഫിയർ, ഡിപ്രഷൻ എല്ലാം തന്നെ അവർക്കുണ്ട്. അവരുടെ മനസ്സിൽ അതെല്ലാം ഇങ്ങനെ ഉണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് എന്ത് ചെയ്യണം എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉള്ളതായിട്ട് കാണുന്നുണ്ട്. ഇതൊക്കെ ഒരു ഇത് ഈ കാര്യങ്ങളെല്ലാം ഒന്ന് തുറന്നു പറയാനായിട്ട് ഈ ഒരു പേഴ്സൺ ഇപ്പോൾ മറ്റാരും ഇല്ല അവരുടെ ലൈഫിൽ. അതുപോലെ അവർക്ക് നിങ്ങളിലേക്ക് വരാനുള്ള ഒരു സമയം യൂണിവേഴ്സ് ആയിട്ട് തന്നെ കൊടുക്കുമെന്നാണ് ഈ ഒരു വ്യക്തി വിശ്വസിക്കുന്നത്. ഏതെങ്കിലും ഒരു മുഹൂർത്തത്തിൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒന്നാകാൻ സാധിക്കും എന്ന് അവർ ചിന്തിക്കുന്നുമുണ്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് അവർ നിങ്ങളുമായിട്ടൊരു ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ ഇനി ഉള്ള തടസ്സം, നമുക്കിവിടെ വളരെയധികം സ്നേഹം ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് ഉള്ളതായിട്ടൊരു എനർജി കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു മാസ്റ്റർ കാർഡിൽ എല്ലാം ഇനിയിപ്പോൾ നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിന് തടസ്സമായിട്ട് നിൽക്കുന്ന എല്ലാത്തിനും എഗ്നസ്റ്റ് ആയിട്ട് നിൽക്കാനായിട്ട്, വളരെ റൂഡായിട്ടുള്ള രീതിയിൽ നിൽക്കാനായിട്ട് തന്നെയാണ് ഈ ഒരു പേഴ്സൺ തീരുമാനിച്ചിട്ടുള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു സോൾ മെസ്സേജസ് എന്തൊക്കെയാണെന്ന് വെച്ചിട്ട് നോക്കാം. സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്ത് സോൾ മെസ്സേജസ് ഒക്കെയാണ് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു സോൾ മെസ്സേജസ് എന്തൊക്കെയാണ്? ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന സോൾ മെസ്സേജസ് എന്തൊക്കെയാണ്? സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. ഓക്കെ, ഫസ്റ്റ് മെസ്സേജ്, you always look at me like I am the most beautiful person in the world. ഓക്കെ, നീ എപ്പോഴും എന്നെ നോക്കുമ്പോൾ എനിക്ക് ഫീൽ ചെയ്യുന്നത് ഈ ലോകത്തിലേക്കും വെച്ചും ഏറ്റവും മനോഹരമായ ഒരു വ്യക്തിയെ നീ നോക്കുന്നു എന്നുള്ള രീതിയിലാണ് നീ എന്നെ നോക്കിയിരുന്നത് എന്നാണ് ഈ ഒരു പേഴ്സൺ പറയുന്നത്. You always help me see the silver line when my sky is full of grey clouds. ഓക്കെ, അവരുടെ ലൈഫാകുന്ന ആകാശത്ത് കാർമേഘങ്ങൾ വന്നു കൂടുമ്പോൾ അവിടെ ഒരു സിൽവർ ലൈൻ കാണാനായിട്ട്, ഒരു ആശ്വാസത്തിൻ്റെ, ഒരു പ്രതീക്ഷയുടെ, ഒരു സന്തോഷത്തിൻ്റെ ഒരു ലൈൻ കാണാനായിട്ട് അവരെ സഹായിച്ചിരുന്നത് എപ്പോഴും നിങ്ങളാണ് എന്നാണ് ഈ ഒരു പേഴ്സൺ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഇറ്റ് ഓൺലി ഗെറ്റ്സ് ബെറ്റർ വെൻ യു ആർ അറൗണ്ട്. ഓക്കെ, നിങ്ങൾ കൂടെ ഉള്ളപ്പോഴാണ് എല്ലാം ബെറ്റർ ആയിട്ട് അവർക്ക് ഫീൽ ചെയ്യുന്നത്. യുവർ സ്മൈൽ ഈസ് ലിറ്ററലി ദ ക്യൂട്ടസ്റ്റ് തിങ് ഐ ഹാവ് എവർ സീൻ ഇൻ മൈ ലൈഫ്. ഓക്കെ, നിന്റെ ഒരു ചിരി അല്ലെങ്കിൽ നിന്റെ ഒരു പുഞ്ചിരിയോത്രവും മനോഹരമായ ക്യൂട്ടായിട്ടുള്ള ഒരു കാര്യം എൻ്റെ ലൈഫിൽ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല എന്നാണ് ഈ ഒരു വ്യക്തി പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. You have no idea of the amount of happiness you brought to my life. എൻ്റെ ലൈഫിലേക്ക് എത്രമാത്രം സന്തോഷമാണ് നീ ഒരാൾ ആയിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് എന്നുള്ളൊരു കാര്യത്തെക്കുറിച്ച് നിനക്ക് യാതൊരു ഐഡിയയും ഇല്ല എന്നാണ് അവർ പറയുന്നത്. അവർ റിലേഷൻഷിപ്പ് ഇൻസ്പയർഡ് ആസ് ടു ഗ്രോ ഇൻ ലൈഫ്. ഓക്കെ, നിങ്ങൾക്ക് രണ്ടുപേരും ഈ ഒരു റിലേഷൻഷിപ്പിൽ വന്നതിന് ശേഷമായിരിക്കാം ജീവിതത്തിൽ മുന്നോട്ട് പോകണം അല്ലെങ്കിൽ ഒരു വളർച്ച ഉണ്ടാകണം എന്നൊക്കെ ഒരു ഇൻസ്പിറേഷൻ നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ളത് എന്ന് വിചാരിക്കുന്നു. അതാണ് ഈ വ്യക്തി ഇവിടെ പറയുന്നത്. യു ആർ മൈ ബിഗ്ഗസ്റ്റ് ഡ്രീം കം ട്രൂ. ഓക്കെ,
ഏറ്റവും വലിയ ഒരു സ്വപ്നം എന്ന് പറയുന്നത് നിങ്ങളാണ്. അവരുടെ ലൈഫിൽ നിങ്ങൾ അവരിലേക്ക് വന്നു ചേരുക എന്നതാണ് അവരുടെ ഏറ്റവും വലിയ സ്വപ്നം എന്ന് പറയുന്നത്. എവറി മൊമെന്റ് സ്പെൻഡ് വിത്ത് യു ഈസ് എ ലൈക്ക് ബ്യൂട്ടിഫുൾ ഡ്രീം കം ട്രൂ. ഓക്കെ, ഓരോ നിമിഷവും നിന്റെ ഒപ്പം ചിലവഴിച്ചിരുന്ന ഓരോ നിമിഷവും എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു മനോഹരമായ സ്വപ്നം യാഥാർത്ഥ്യമാകുന്നത് പോലെയായിരുന്നു എന്നുള്ളതാണ്. ആ വ്യക്തി വളരെ റൊമാൻറ്റിക് ആയുള്ള സോൾ മെസ്സേജസ് ആണ് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഓക്കെ, നമുക്ക് കുറച്ച് ക്ലൂസും കൂടി എടുത്ത് നോക്കാം. ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഓക്കെ, ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഓക്കെ, ഫസ്റ്റ് ക്ലൂ നമുക്ക് കിട്ടുന്നത് ലെറ്റർ ബി ആണ്. അതുപോലെ തന്നെ 41 എന്ന് പറയുന്ന നമ്പർ കിട്ടുന്നുണ്ട്. ക്രിക്കറ്റ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. മാർച്ച് മന്ത് കിട്ടുന്നുണ്ട്. 2 months എന്ന് പറയുന്ന പോസിബിലിറ്റി കിട്ടുന്നുണ്ട്. റെയിൻബോ സയൻസ് ഇവിടെ കിട്ടുന്നുണ്ട്. കൈൻഡ്നെസ്. ഓക്കെ, ഗെയിമിംഗ് ഒക്കെ ഒത്തിരി താല്പര്യമുള്ള ആളുകളാകാനുള്ള ചാൻസ് ഉണ്ട്. 2023 എന്ന് പറയുന്ന ഒരു വർഷം കിട്ടുന്നുണ്ട്. ഒക്ടോബർ മന്ത് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. 1975 എന്ന് പറയുന്ന ഒരു വർഷം കിട്ടുന്നുണ്ട്. 6 days എന്ന് പറയുന്ന ഒരു പോസിബിലിറ്റി കിട്ടുന്നുണ്ട്. ഹെൽത്ത് ഇഷ്യൂസ്, ഈ ഒരു സമയത്ത് നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണൊക്കെ ഹെൽത്ത് ഇഷ്യൂസ് ഉള്ള വ്യക്തികളായിരിക്കാം. 7 days എന്ന് പറയുന്ന ഒരു പോസിബിലിറ്റി നമുക്കിവിടെ കിട്ടുന്നുണ്ട്. നമ്പർ 40 നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതുപോലെ കൊല്ലം ജില്ല നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ടാറ്റു ഓൺ നെക്ക്, കഴുത്തിൽ ടാറ്റ് ചെയ്തിട്ടുള്ള വ്യക്തികളാകാനുള്ള ചാൻസ് ഉണ്ട്. ലെറ്റർ ഡി നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതുപോലെ 639 എന്ന് പറയുന്ന നമ്പർ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. 2 weeks എന്ന് പറയുന്ന പോസിബിലിറ്റി കിട്ടുന്നുണ്ട്. നമ്പർ 38 നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ലെറ്റർ ജെ കിട്ടുന്നുണ്ട്. ഡിസംബർ മന്ത് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതുപോലെ ലെറ്റർ 6 നമുക്കിവിടെ കിട്ടുന്നുണ്ട്. വിതിൻ 72 hours എന്ന് പറയുന്നൊരു പോസിബിലിറ്റി നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്ലൂ ഈസ് ഇടുക്കി ഡിസ്ട്രിക്റ്റിൽ നിന്നുള്ള ആളുകളായിരിക്കാം നിങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണോ എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്തരം ക്ലൂസ് ആണ് ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു റീഡിങ്ങും അതുപോലെ ക്ലൂസും ഒക്കെ നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് വഴി അറിയിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.